ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നറായതിൻ്റെ സന്തോഷത്തിലാണ് സീരിയൽ താരം അനുമോൾ. ജന്മനാട്ടിൽ അടക്കം വൻ സ്വീകരണമാണ് അനുവിന് ലഭിച്ചത്. ബിഗ് ബോസ് വിജയിയാകുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ് അനുമോൾ. PR പിന്തുണയാണ് അനു കപ്പടിക്കാൻ പ്രധാന കാരണമെന്ന ആരോപണം നിലനിൽക്കുന്നുകൊണ്ട് ഒപ്പം മത്സരിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും അനു വിജയിച്ചതിൽ അസംതൃപ്തിയുണ്ട്. ഫിനാലെ വേദിയിൽ തന്നെ അത് മിക്കവരും പ്രകടമായിക്കൊണ്ട് ചെയ്തിരുന്നു. അനീഷാണ് ജനമനസ്സിൽ കപ്പ് ഉയർത്തിയതെന്നാണ് ഫിനാലയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ബിഗ് പ്രേക്ഷകരിൽ നിന്ന് വന്ന പ്രതികരണം. എന്നാൽ താൻ കഷ്ടപ്പെട്ട് കളിച്ചു നേടിയ കപ്പാണെന്നും ഒരു PR പിന്തുണയും അതിന് തന്നെ സഹായിച്ചിട്ടില്ലെന്നുള്ള നിലപാട് ഉറച്ചു നിൽക്കുകയാണ് അനുമോൾ. ഒന്നാം സ്ഥാനം തലനാഴിക്ക് നഷ്ടപ്പെട്ട അനീഷിന് ഗംഭീര വരവേൽപ്പാണ് ജന്മനാട് പ്രിയപ്പെട്ടവർ ചേർന്ന് നൽകിയത്. കപ്പ് കിട്ടാത്തതിൽ വിഷമമുണ്ടെന്നും എന്നിരുന്നാലും അനീഷ് ജനമനസ്സിൽ ഇതിനോടകം വിജയായി കഴിഞ്ഞുവെന്നുമാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം നാട്ടുകാർ പ്രതികരിച്ചത്. ഇപ്പോഴത്തെ തൻ്റെ സഹമത്സരാർത്ഥികളെക്കുറിച്ച് അനുമോൾ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ജനശ്രദ്ധ നേടുന്നത്. അനീഷേട്ടനെ റോബിനെ അനുകരിക്കുന്നതായി തോന്നിയിട്ടില്ല. ഞാൻ കണ്ടില്ല അതൊന്നും. എനിക്ക് അനീഷേട്ടനെ പോലെയാൽ പറ്റില്ല. അനീഷേട്ടന് എന്നെ പോലെയാകാനും പറ്റില്ല. റോബിനെ പോലെയാകാനും അനീഷേട്ടന് പറ്റില്ല. അനുകരിക്കുന്നുവെന്ന് നിങ്ങളാണ് വിചാരിക്കുന്നത്. പ്രേക്ഷകർക്ക് പലതും പറയാൻ മൈൻഡ് ചെയ്യേണ്ട. പ്രേക്ഷകർക്ക് പലതും പറയും. ബിഗ് ബോസിന് ശേഷം അനീഷേട്ടൻ പ്രപ്പോസ് ചെയ്ത് വന്നില്ല. ഞാൻ ഇപ്പോൾ കല്യാണം കഴിക്കുന്നില്ല. 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫിനാൻഷ്യലി സെറ്റിലാകണം. എന്നിട്ട് പതിയെ മാത്രം വിവാഹമുണ്ടാകൂ. സിനിമയൊക്കെ ചെയ്യണ്ടേ? സിനിമ ചെയ്യണമെന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. നായിക എന്ന ആഗ്രഹമൊന്നുമില്ല. നല്ല സിനിമ നല്ല ടീമിനൊപ്പം ചെയ്യുക എന്നത് മാത്രം. അവസരങ്ങൾ വരുന്നത് കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയില്ല. എല്ലാം സർപ്രൈസാണ്. 16 ലക്ഷത്തിൻ്റെ കഥ നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു. പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ. ശൈത്യ പറയുന്നത് പറഞ്ഞോട്ടെ. ഞാൻ റിയാക്ട് ചെയ്യാൻ പോയില്ലല്ലോ. നമ്മൾ മനുഷ്യരല്ലേ. സ്ട്രോങ് ആയി നിന്നാലല്ലേ പറ്റൂ. ലൈഫ് മുന്നോട്ട് പോകണ്ടേ. ഇങ്ങനെയുള്ളതൊക്കെ വരും. സഹിച്ചും ക്ഷമിച്ചും കാരണം നിൽക്കുക. ഹൗസിലെ എല്ലാവരും നല്ലവരാണ്. ഗെയിമിൻ്റെ ഭാഗമായാണ് വഴക്കുണ്ടായത്. സൗഹൃദം ആരുമായിട്ടാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി, മസ്താനി, പ്രവീൺ, ഒനിൽ, അഭിലാഷ്, ആദില, നൂറ എല്ലാം നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. ലക്ഷ്മി, മസ്താനി, പ്രവീൺ, അഭിലാഷ് തുടങ്ങിയവരാണ് ഇവിടെ വന്ന ശേഷം ഏറ്റവും കോൺടാക്ട് ചെയ്തവർ. ആദിലയും നൂറയുമായി ഫ്രണ്ട്ഷിപ്പ് ആകുമെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ്? റനയൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ. സമയമാകുമ്പോൾ പ്രതികരിക്കാം. ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുകയാണ്. ഞാൻ ഭക്ഷണം വെച്ച് കൊടുത്താലും മത്സരാർത്ഥികൾ എന്നോട് വഴക്കിട്ട ഗെയിമിൻ്റെ ഭാഗമാണ്. കുക്കിംഗ് എനിക്ക് ശരിയായി അറിയില്ല. MG സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ തള്ളിയാണ്. ഒന്നും അറിയില്ലെന്ന് എങ്ങനെ പറയുമെന്ന് കരുതി. അന്ന് അത്രേ പ്രായവും ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ പൊറോട്ടയടിക്കും അതാണ് എവിടെ ഞാൻ പറഞ്ഞതെന്നും അനുമോൾ പറയുന്നു. ശൈത്യ അനുവിനെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാണ് അനു ചോദിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.